നല്ല അടിപൊളിയായിട്ടുള്ള ബൺ ദോശ റെഡിയാക്കിയാലോ? ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. മിക്സിയുടെ ജാറിലേക്ക് കുതിർത്തിയെടുത്ത 1 കപ്പ് അരിയും 1/2 ടീസ്പൂൺ ഒലിവയും കൂടെ ഇട്ടുകൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. അതേ ജാറിലേക്ക് തന്നെ 1 കപ്പ് ചോറും അതേ കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ ഈസ്റ്റും കുറച്ച് വെള്ളമോട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കൂടെ ഇതിലോട്ട് ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി മൂടി വെച്ച് 7 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം. ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നും 1/2 ടീസ്പൂൺ കടുകും ഇട്ട് പൊട്ടിച്ചെടുക്കാം. 1 കഷ്ണം സവാള അരിഞ്ഞതും ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ചേർത്ത് വഴറ്റിയെടുക്കാം. കുറച്ച് മല്ലിയിലും ചേർത്തെടുക്കാം. ഇനി മാവിലേക്ക് ഒഴിച്ചെടുക്കാം. ചൂടായ പാനിലേക്ക് മാവ് ഒഴിച്ച് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി മറിച്ചിട്ടെടുക്കാം. ബൺ ദോശ റെഡി ആയിട്ടുണ്ട്.